ഹായ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. ചോദ്യം എങ്ങനെയാണ്? നിങ്ങളുടെ വീട്ടില് ഒരു പണി നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടില് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ പണിക്കാരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മിക്കവാറും അവർ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുക്കാറുണ്ടാവില്ലേ? അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഉച്ചയ്ക്ക് കപ്പയും അതേപോലെ നല്ല ബീഫ് കറിയൊക്കെ കൊടുക്കാൻ വിചാരിക്കും. അപ്പൊ നിങ്ങളോട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞു, മോനെ ഇനി ഒരു കാര്യം ചെയ്യല്ലേ, മോളെ ഒരു കാര്യം ചെയ്യ്, കടയിൽ പോയിട്ട് 5 കിലോ കപ്പ വാങ്ങി വരാൻ വേണ്ടി പറഞ്ഞു. എന്താ പറഞ്ഞത്? 5 കിലോ കപ്പ വാങ്ങി വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായി? നേരെ കണ്ണടിപ്പ് പോയി കുട്ടപ്പനും കുട്ടപ്പിയും ഒക്കെ ആയി നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് നേരെ കടയിലേക്ക് പോയിട്ട് കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ 5 കിലോ കപ്പ. കപ്പ എന്ന് പറഞ്ഞാൽ പൂള, മരച്ചീനി, കൊള്ളി, ടപ്പിയൊക്കെ, ഇതൊക്കെ സെയിം സാധനമാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് എന്റെ ചോദ്യം, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയത് ഈ കപ്പേന്റെ മാസാണോ അല്ലെങ്കിൽ വെയിറ്റ് ആണോ? വേഗം പറ. നിങ്ങളുടെ ആൻസർ എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ പറഞ്ഞ ആൻസർ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആൻസർ ഒന്ന് എഴുതി വെക്കുക എവിടെങ്കിലും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ കപ്പയുടേത് മാസാണോ? കപ്പേന്റെ മാസാണോ വാങ്ങിയത്, അല്ലെങ്കിൽ അതിന്റെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് ആണോ വാങ്ങിയത്? അതാണ് ക്വസ്റ്റ്യൻ. വേഗം പറയൂ, എന്താണ്? ഓക്കെ, നിങ്ങൾ എഴുതി വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കാരണം പല കുട്ടികൾക്കൊരു ധാരണയുണ്ട് മാസും വെയിറ്റും ഒന്നാണെന്ന്. പക്ഷേ മാസും വെയിറ്റും എന്തല്ല? ഒന്നല്ല, എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, മുറിച്ചു മാറ്റാനാകാത്ത വിധമുള്ള ബന്ധമുണ്ട്. ആരൊക്കെ തമ്മിൽ? മാസും വെയിറ്റും തമ്മിൽ. ആദ്യം നമുക്ക് മാസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ സംസാരിക്കണം. അത് മാറ്റർ അഥവാ ദ്രവ്യം എന്ന് പറഞ്ഞ ആളെ പറ്റിയാണ്. എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ? ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാൻ സാധിക്കും. ദ്രവ്യം അത് പ്രധാനമായിട്ടും ഖരപദാർത്ഥമായിട്ടുണ്ട്, അതേപോലെ തന്നെ വാതക പദാർത്ഥമായിട്ടുണ്ട്, അതേപോലെ തന്നെ ദ്രാവകം, ഞാൻ പറഞ്ഞ ഓർഡർ മാറിപ്പോയി. ഖരം, ദ്രാവകം, വാതകം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയാൻ. ഇവര് മൂന്നാള് മാത്രമല്ല കേട്ടോ. പ്ലാസ്മ ഉണ്ട്, ബോസൈൻസിനെ കണ്ടിട്ടുണ്ട്, ഫെർമിയോനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് +1 ഒക്കെ പഠിക്കാണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ മൂന്നാളെ പറ്റി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ഒരു മാറ്റർ ആണല്ലോ നമ്മൾ വാങ്ങിയത്, അല്ലെ? കപ്പ നമ്മൾ വാങ്ങാന്ന് പറഞ്ഞാല് ആ ഒരു ഖരപദാർത്ഥം നമ്മൾ അളന്നു വാങ്ങിയതാണ്. അപ്പൊ നമ്മൾ എന്താ ശരിക്കും വാങ്ങിയത്? ഈ ദ്രവ്യം അളന്നു വാങ്ങിയതാണ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ഈ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോവാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു ബീക്കറിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പൊ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ ഈ നാരങ്ങയിൽ ഈ വെള്ളത്തിൽ നാരങ്ങയുടെ കണികൾ എത്തിച്ചേരും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടാലോ? പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ സംഭവിക്കുക, ഈ പഞ്ചസാരയുടെ കണികകൾ കൂടി ഇവിടെ എത്തും. ശരിയാണല്ലോ? അതിലാർക്ക് സംശയമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തപ്പം എന്താണ് അവിടെ കൂടിയത്? നാരങ്ങയുടെ പദാർത്ഥം ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു, അവിടെ കൂടി, അല്ലെ? അവിടേക്ക് കൂടും, പദാർത്ഥത്തിന്റെ അളവ് കൂടും. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? പദാർത്ഥത്തിന്റെ അളവ് കൂടും. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് കൂടുന്നത്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ സാധിച്ചു, ഈ ഗ്ലാസ്സിൽ ഇപ്പം മാറ്ററിന്റെ അളവ് കൂടുതലാണ്, അതായത് മാസ് കൂടി എന്ന് പറയാൻ പറ്റും. അപ്പൊ എപ്പോഴാണ് മാസ് കൂടുന്നത്? ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കൂടുമ്പം, പദാർത്ഥത്തിന്റെ അളവ് കൂടുമ്പം എന്തും കൂടുന്നു? മാസും കൂടുന്നു. കൺസെപ്റ്റ് ഓക്കെയാണ്. ഇത് ശ്രദ്ധിച്ചോളൂ, നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. മാസ് എന്തെന്ന് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ്. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണെന്ത്? മാസ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ കടയിൽ പോയിട്ട് തൂക്കി വാങ്ങിയത് ആ ദ്രവ്യമാണ്. ദ്രവ്യമല്ല വാങ്ങിയത്, ആ ദ്രവ്യമാണ്, ആ മാറ്റർ ആണ് തൂക്കി വാങ്ങിയത്. അപ്പൊ നമ്മൾ വാങ്ങിയത് എന്താണ് മക്കളെ? മാസാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ ഏത് എഴുതിയാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും വെയിറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ. എന്താണെന്നറിയോ? നമ്മൾ കടയിൽ പോയിട്ട് 5 കിലോ കപ്പ വാങ്ങുമ്പോൾ നല്ല വെയിറ്റാ, അല്ലേ? നല്ല വെയിറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്നോട് ഇപ്പൊ ചോദിക്കണം, എന്ത്? അല്ല സാറേ, അപ്പൊ ഇതിനെങ്ങനെ വെയിറ്റ് ഉണ്ടാവുന്നത്? സിമ്പിൾ, മാസ് ഉള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും. ഓക്കെ,
ഇത് ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ മാസ് അളക്കാൻ വേണ്ടി നമ്മൾ ഇപ്പം മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ത്രാസ് ആണിത്. ഇത് നമ്മൾ വിളിക്കുന്ന പേര് കോമൺ ബാലൻസ് എന്നാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഇതേപോലെ നമ്മൾ അളക്കുക. ഇതേപോലെ ഒരു ത്രാസ് ഉണ്ടായിരുന്നു. ഇതിലിതാ നമ്മൾ ഇങ്ങനെ ഒരു സൈഡിൽ നമ്മൾ പിന്നെ എന്താണോ അളക്കേണ്ടത് അത് വെക്കും. ശേഷം ഇതേപോലെ വലിയ കട്ടികൾ ഇതിൽ വെക്കുക ചെയ്യാം. എത്ര എൻ്റെയാ 2 കിലോഗ്രാമിന്റെ കട്ടിയാണത്. അപ്പോൾ ഇതിവിടെ വെക്കുന്നു. അപ്പൊ ഈ സാധനം കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കിടക്കും. അപ്പോൾ ഇതില് നമ്മൾ ഈ സാധനം ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടാണ് സാധനത്തിലേക്ക് നിറയ്ക്കുക. അപ്പൊ രണ്ട് സൈഡിലും ഒരേ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരെ നിൽക്കും. അപ്പൊ നമുക്ക് 2 കിലോഗ്രാം അളന്ന് വാങ്ങി നമ്മൾ സെറ്റാണേ. പഴയ കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ ത്രാസാണിത്. ഇതൊക്കെ നിങ്ങളിപ്പം കാണാറില്ല. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ പഴയ സിനിമയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ബാലൻസ്, സാധാരണ ത്രാസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക, മാസ് അളക്കുന്ന ഉപകരണം ഏതാണ്? കോമൺ ബാലൻസ് അല്ലെങ്കിൽ സാധാരണ ത്രാസ് ആണ്. ഇനി നമുക്ക് വെയിറ്റിനെ പറ്റി സംസാരിക്കാം. വെയിറ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ കാണിച്ചു. സംഭവം വളരെ സിമ്പിൾ ആണെടാ. മാസ് ഉള്ള എല്ലാ വസ്തുവിനെയും ഭൂമി താഴോട്ടേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ കപ്പ വാങ്ങി വരുന്ന സമയത്ത് ഇതിന് വെയിറ്റ്, ഈ കപ്പയെ ഭൂമി താഴോട്ടേക്ക് പിടിച്ചു വലിക്കുകയാണ്. അങ്ങനെ ആ ഒരു പിടിവലി മൂലം എന്തുണ്ടാവുന്നു? വസ്തുവിന് ഭാരം ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ വാങ്ങുന്നത് മാസും, ആ മാസ് കൊണ്ട് താഴോട്ടേക്ക് ഭൂമി പിടിച്ച് നമ്മൾ മുകളിലേക്ക് പിടിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് ആ വെയിറ്റ്. നമ്മൾ ഈ സാധനം തറയിൽ വെച്ചാൽ നമുക്ക് വെയിറ്റ് പെടുകയില്ല. പക്ഷെ നമ്മൾ പിടിച്ചാൽ നമുക്ക് വെയിറ്റ് അനുഭവപ്പെടുവാടാ. അപ്പൊ മനസ്സിലാക്കി വെക്കുക, നമ്മൾ കടയിൽ പോയി വാങ്ങുന്നത് മാസാണ്. പക്ഷേ ആ മാസുള്ള വസ്തുവിനെ ഭൂമി താഴോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പോൾ അതിനെന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറയാം, ശ്രദ്ധിച്ചോളൂ. മാസ് അളക്കാനുള്ള ഉപകരണം ഏതാണ്? കോമൺ ബാലൻസ് ആണ്. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അതുകൊണ്ട് നമ്മൾ 5 കിലോഗ്രാം കപ്പ എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ 500 ഗ്രാം പഞ്ചസാര എന്ന് പറയുന്നത്, ഗ്രാമും കിലോഗ്രാം ഒക്കെ ആരുടെ യൂണിറ്റ് ആണ്? മാസിന്റെ യൂണിറ്റ് ആണ്. അതേ സമയത്ത് നമ്മൾ വെയിറ്റ് പറയുന്ന സമയത്ത് ഈ വെയിറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഭൂമിയുടെ ആകർഷണ ബലം മൂലം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വെയിറ്റ് ആണ് സൂത്രവാക്യം എന്താണ്? മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. സോ മാസിനെ നമ്മൾ ഗുരുത്വാകർഷണ ബലം കൊണ്ട് ഗുണിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് വെയിറ്റ് കിട്ടും. mg ആണ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കണേ, ഞാൻ ഒരു ഈ മൊബൈൽ ഫോണ് ഭൂമിയിൽ നിന്നും നേരെ ചന്ദ്രനിൽ കൊണ്ടുപോയി എന്ന് വിചാരിക്കും. ഈ മൊബൈൽ ഫോൺ ഞാൻ ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ കൊണ്ടുപോയാലും ഇനി വ്യാഴത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒന്നും ഇതിന്റെ മാസിൽ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഇതിന്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ മാറൂല. ഇത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ മാറണമെങ്കിൽ ഞാൻ ഇതിന്റെ ഷേപ്പ് മാറ്റണം അല്ലെ? ഷേപ്പ് മാറ്റിയാലോ ഇത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ മാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതേ സമയത്ത് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന വെയിറ്റിൽ മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും? ഗ്രാവിറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടുന്നത്. ഭൂമിയിലെ ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ? 9.8 ആണ്. പക്ഷെ ചന്ദ്രനിൽ അതല്ല, 1.8 ഉള്ളൂ. ചന്ദ്രനിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രനില് ഈ മൊബൈൽ ഫോണിന് ഭാരക്കുറവ് അനുഭവപ്പെടും. കാരണം എന്തുകൊണ്ടാ? ഗ്രാവിറ്റി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന്റെ വെയിറ്റ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണ്? ഇനി ഒറ്റക്കാരോട് പറയാനുള്ളൂ, വെയിറ്റ് അളക്കുന്ന ഉപകരണം എന്താണ്? ഈ കാണിച്ചിരിക്കുന്ന സ്പ്രിംഗ് ത്രാസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ പണ്ട് കാലത്ത് നഴ്സറിയിലേക്ക് പോകുന്ന സമയം നിങ്ങളുടെ വെയിറ്റ് ഇങ്ങനെ തൂക്കി വെക്കിയിട്ടുണ്ടാവും. എന്നൊക്കെ പണ്ട് തൂക്കിയിരുന്നു. ഒരു വള്ളി പിന്നെ ട്രൗസറൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് തൂക്കിന് തന്നെ വെയിറ്റ് അളന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? വെയിറ്റ് അളന്നിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ ന്യൂട്ടനിലാണ് രേഖപ്പെടുത്തി വെക്കുക. സോ വെയിറ്റിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട്, കിലോഗ്രാം വെയിറ്റ് എന്നും പറയും. ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ നമുക്കിത് പഠിക്കാനുണ്ട്. സോ നന്നായിട്ട് പഠിക്കാം. ഇതേപോലെയുള്ള സൂപ്പർ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ മാസും വെയിറ്റും മനസ്സിലായി. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണിത്. അപ്പൊ ഇനി ആര് ചോദിച്ചാലും പറയണം, നമ്മൾ കടയിൽ പോയി വാങ്ങുന്നത് വെയിറ്റ് അല്ല, എന്താ വാങ്ങുന്നത്? മാസ് ആണ് വാങ്ങുന്നത് കേട്ടോ. സോ താങ്ക് യു ഓൾ. സീ ഇൻ എ സെഷൻ. ബൈ.